തിരുവനന്തപുരം ഇടവ തെരുമുക്ക് ഐഷാസിൽ പരേതനായ അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനുമായ മുഹമ്മദ് ബഷീറിന്റെ ഭാര്യ ഹലീമ ബീവിയുടെ മരണത്തിലാണ് സംശയം. മക്കളുടെ പരാതിയെ തുടർന്ന് പോലീസ് ഖബർസ്ഥാനിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. ഈ മാസം 1-നാണ് ഹലീമ ബീവി മരിച്ചത്. ശ്വാസകോശം ചുരുങ്ങിയ രോഗം ബാധിച്ച് കിടപ്പിലായിരുന്നു. മക്കൾ ഏജൻസി വഴി ഹോം നഴ്സിനെ നിയമിച്ചിരുന്നു. കൊല്ലം ചവറ സ്വദേശിയായ ഹോം നഴ്സ് ഏപ്രിൽ 16 മുതലാണ് ഇടവയിലെ ഹലീമ ബീവിയുടെ വീട്ടിൽ താമസിച്ച് പരിചരണം നടത്തിയത്. ഇരുവരും മാത്രമാണ് വീട്ടിൽ താമസം. ഹലീമ ബീവിയുടെ മരണം കഴിഞ്ഞ് 6-ാം ദിവസമാണ് വീട്ടിലെ ചില ബാഗുകൾ മക്കൾ പരിശോധിച്ചത്. ഇതോടെയാണ് മരണത്തിൽ സംശയം ഉടലെടുത്തത്. ബാഗിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. ഹോം നഴ്സിന്റെ ബാഗ് പരിശോധിച്ചപ്പോൾ ഹലീമ ബീവിയുടെ മകൻ ഗൾഫിൽ നിന്നും കൊണ്ടുവന്ന സാധനങ്ങൾ മിക്കതും ഒളിപ്പിച്ചു വെച്ച നിലയിൽ കണ്ടെത്തി. ഹലീമ ബീവിയുടെ ATM കാർഡ് ഉപയോഗിച്ച് ഹോം നഴ്സ് പണം പിൻവലിച്ചതായും ബന്ധുക്കൾ പറയുന്നു. പരാതി നൽകിയിട്ടും പോലീസ് കാര്യക്ഷമമായി ഇടപെട്ടില്ലെന്ന് പരാതിയുണ്ട്. ഒരു റോബറി കേസ് തെളിഞ്ഞിട്ടും, അതായത് അവർ അഡ്മിറ്റ് ചെയ്തിട്ടും ഒരു റോബറി കേസ് എടുത്തിട്ടില്ല. അതിൽ നമുക്ക് പോലീസിനെതിരെയുള്ള ഒരു ശക്തമായ ഒരു പ്രതിഷേധമുണ്ട്. പക്ഷേ ഈ മരണമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായ അന്വേഷണം നടത്തുന്നു എന്ന് പോലീസ് പറയുകയും റോബറി കേസ് എടുക്കാതിരിക്കുകയും ചെയ്യുന്നതിൽ നമുക്ക് എന്തോ ദുഃഖകരമായ അവസ്ഥയിലാണ്. പോസ്റ്റ്മോർട്ടം, ഫോറൻസിക് പരിശോധനകളുടെ വിശദമായ റിപ്പോർട്ടിന്മേലാകും പോലീസിന്റെ തുടർ നടപടികളുണ്ടാവുക. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.